ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിള ലൈഫ് സ്റ്റൈലിൽ റോഷിനി ഒരു വീഡിയോ ചെയ്ത് കാണിച്ചിരുന്നു. പിന്നെ കരിവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് അവരുടെ സ്കിന്നിൽ ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ. അവരുടെ സ്കിൻ അത്യാവശ്യം നല്ല ഫെയർ ആണ്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ എത്രത്തോളം ജെനുവിനാണെന്നും നമ്മുടെ ഇപ്പം എൻ്റെ ഡാർക്ക് സ്കിന്നറാണ്, എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നു എന്നും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് അതിന് ആദ്യം വേണ്ടത് നമ്മുടെ പച്ചരി കേട്ടോ. നമ്മുടെ പച്ചരിയാണ്, ഒരു 2-3 സ്പൂണോളം പച്ചരി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുപയർ എടുക്കാം. ഇതൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണ്. ചെറുപയറും ഒരു 1-1.5 സ്പൂണോളം ചെറുപയറും കൂടെ നമ്മൾ ഈ പച്ചരിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിതൊന്ന് കുതിർക്കാൻ പോവുകയാണേ. അപ്പം ഇത് നല്ലതുപോലെ ഇത് രണ്ടും കൂടെ കഴുകിയതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ചെത്തി അത് 3-4 ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലിടുക. അതായത് ഈ പായ്ക്ക് ചെയ്യാൻ പോകുന്നതിന് ഇതൊരു കുതിരാനുള്ള ഒരു ടൈം ആ മണിക്കൂർ അത്രയും നമ്മളത് കുതിരാൻ വെക്കുക. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്തിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ആ ഒരു കുതിരുന്ന ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ദാണ്ട് നമ്മൾ ചെറുപയറും പച്ചരിയും കൂടെ നല്ലതുപോലെ കഴുകി അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുതിരാൻ വേണ്ടി അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പം നമുക്ക് നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ രാത്രിയിൽ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാവേ. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാനതെടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ അത്യാവശ്യം നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പച്ചരിയും ചെറുപയറും കിഴങ്ങോട് ഒരുമിച്ചിട്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ചെടുക്കുന്നത്. ചെറിയ ജാറിലിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും ഫൈനായിട്ട് അരയ്ക്കണമെന്ന് പറയുന്നത് സ്ക്രബിൻ്റെ എഫക്റ്റ് ഫേസിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഇതിപ്പോൾ നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ അരയ്ക്കുന്നത്. കാരണം അത് നല്ലതുപോലെ നമ്മൾ കഴുകിയിട്ട് കുതിരാൻ വെച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഇത്രയും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണേ. അപ്പം റോഷിനി ഈ ഒരു മെത്തേഡ് തന്നെ ഇതിനകത്ത് ഒരു ഡിഫറൻസും ചെയ്യുന്നില്ല. അതേ രൂപത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടെന്ന്. അതുപോലെ നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 സ്റ്റെപ്പുണ്ട്. 2 സ്റ്റെപ്പെന്ന് വെച്ചാൽ ഈ സാധനം തന്നെ വെച്ചിട്ടാണ് 2 സ്റ്റെപ്പ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു ചെറിയ പാത്രത്തിനകത്തോട്ട് എടുത്ത് നമ്മുടെ പായ്ക്ക് റെഡിയാക്കാൻ പോകുക കേട്ടോ. ഇത് നമ്മളൊന്ന് കുറുക്കി ഒന്ന് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ എന്ത് സാധനവും ഇതുപോലെ ഫേസ് പാക്കൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ഫേസിലിടുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇത് കുറച്ച് അത്യാവശ്യം ഒരു പാത്രത്തിനകത്തോട്ടിട്ട് അടുപ്പിൽ വെച്ച് തീ കുറച്ചിട്ട്, തീ ഒരിക്കലും കൂട്ടരുത്, കാരണം ഇത് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പം നമുക്ക് ആ രൂപമല്ല, നമ്മൾ തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചുടച്ചെടുത്താൽ മതി. വെറും കട്ടയാക്കി എടുക്കരുത്. അപ്പം ഞാനിത് അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. വെച്ച് ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് കുറുക്കിയെടുക്കട്ടെ. അത് കൈവിടരുത് കേട്ടോ. കൈവിടാതെ നമ്മൾ ആ സ്പൂണും ആ പാത്രവും ഈ ഒരു രൂപത്തിൽ നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് കുറുക്ക് രൂപത്തിലാക്കി എടുക്കുക. അതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്ലൈ ചെയ്യാൻ പോകുന്ന രീതി നിങ്ങളെ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം, അതിൻ്റെ റിസൾട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് ആ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ വെളുക്കുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാൻ വേണ്ടിയുള്ള വീഡിയോ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു വീഡിയോ ആണ് റോഷിനിയുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഒരു പരുവത്തിൽ കുറുക്ക് രൂപത്തിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കൈവിടാതെ ഇളക്കി കുറുക്ക് രൂപത്തിലൊന്ന് ആക്കിയെടുക്കുക. എടുത്തതിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ തീ കുറച്ചിട്ടാണ് ചെയ്യുമ്പോഴും അടിയിലൊരു കുറുക്ക് രൂപത്തിൽ കട്ട പിടിച്ച് വരുന്നത് കാണാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സമയമാകുമ്പം തീ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് ആ ഒരു കട്ട കുത്തൽ മാറ്റി ഇങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിനോട്ട് ഇടാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കുറച്ച് മാത്രം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചെടുക്കാവുന്നതാണ്. 2 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും നമ്മൾ തീ ഓഫ് ചെയ്തിട്ടും അത് ചൂടിനാണ് ഇത്രയും കട്ട പിടിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ചെറിയ പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാവേ. നമുക്ക് രണ്ടും മിശ്രിതവും ആവശ്യമുണ്ട് കേട്ടോ, രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കിതൊരു കൊച്ചു പാത്രത്തിനകത്തോട്ട് പായക്കിന് വേണ്ടി മാത്രം ഒന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ നേടെ രണ്ടും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നേരെ വീഡിയോയിലോട്ട് പോകാവേ. ഹലോ, അപ്പം നമ്മുടെ പായ്ക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം അരച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ പാക്ക് നമ്മൾ കുറുക്കി വേവിച്ചെടുത്തത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫേസ് ആണത് കഴുകുക കേട്ടോ. ഞാനിപ്പോൾ കഴുകിയിട്ട് നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ ഫേസിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ആ ഒരു സ്റ്റെപ്പ് അത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് റോഷിന് ചെയ്തതുപോലെ തന്നെ ചെയ്ത് നോക്കാവേ. ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു എഫക്റ്റ് നോക്കാം കേട്ടോ. അത്ര ഫൈനായിരിക്കണം കേട്ടോ. നമ്മുടെ സ്ക്രബ് ചെയ്യുന്ന ഫീലിംഗ് ഒന്നും വരരുത്, അതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരിയൊക്കെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റനിങ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും. അപ്പോൾ ഇത് രണ്ടും ചെറുപയറും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യാവേ. ഞാനിപ്പോൾ കഴുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഫേസ് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും കഴുത്തിൻ്റെ ഫേസിൻ്റെയും കൂടെ. അപ്പം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കൈ തൊട്ടൊന്ന് തുടച്ച് മാറ്റാവേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പായ്ക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഫേസ് നല്ലതുപോലെ ആ ഒരു അരച്ചത് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇനിയുള്ളതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മുടെ ഈ പായ്ക്കാണ് ചെറുപയർ, ഉരുളക്കിഴങ്ങ്, പച്ചരി എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അരച്ചിട്ടിട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം ഇത് അരച്ച് കുറുക്കിയെടുത്തതാണ്, ഒന്ന് ചൂടാക്കി കുറുക്കിയെടുത്ത കേട്ടോ. അപ്പം നമുക്കിത് ഇച്ചിരി ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ. നമുക്കിവിടെ TV ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു സംസാരം അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് കട്ടിക്ക് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ റോഷിനി ഇത് ചെയ്ത ഈ റോഷിനിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ റോഷിനിയുടെ നല്ലൊരു ഇൻഫ്ലുവൻസറാണ്, നല്ല വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലൊക്കെയാണ് നീള ലൈഫ് സ്റ്റൈൽസ്. അപ്പോൾ അതിനകത്ത് നല്ല സ്കിൻ ബ്രൈറ്റനിങ്ങും ഒക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന നല്ല എഫക്റ്റ് കിട്ടുന്ന വീഡിയോ തന്നെ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ സമ്മർ ഈ ഒരു ചൂട് കാലത്ത് പിന്നെ കരിവാളിപ്പാണല്ലോ, നമുക്ക് യാത്രകളും നമ്മൾ പെട്ടെന്ന് ഫേസ് കരിവാളിച്ച് ഇരിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് കരിവാളിപ്പ് മാറ്റാം എന്നൊരു വീഡിയോ ആണ് റോഷിനി ചെയ്തത്. അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പം ഇതാണ് വേണ്ടുന്നത് കേട്ടോ. നമ്മൾ വെളുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇപ്പം നമുക്ക് ടാൻ അടിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റുന്നതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ തന്നെ കണ്ടപ്പം നല്ലൊരു റിസൾട്ട് റോഷിനിയിൽ കണ്ടു. റോഷിനി പിന്നെ ഭയങ്കര ഫെയറാണ്. നമ്മൾ പിന്നെ ഒരു ഡാർക്കൻ സ്കിൻ ടോൺ ആകുമ്പോൾ നമുക്ക് നമ്മളിതും ചെയ്ത് നോക്കാം ആ റിസൾട്ട് തന്നെ കിട്ടുന്നോ എന്നുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ജെന്യുവൻ ആയിരുന്നോ എന്ന് നോക്കാം, റിസൾട്ട് നമ്മുടെ സ്കിന്നിനും കിട്ടുന്നോ നോക്കാം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊരു വെച്ച്
കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് വാഷ് ചെയ്ത് കളയാവേ. അപ്പം നമുക്ക് നോക്കാവേ നല്ല റിസൾട്ട് ഉണ്ടോയെന്ന് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കൂട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് 2 ദിവസം വെച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരുടെ ഫേസിൽ നല്ല അത്യാവശ്യം തിക്കായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആവുമ്പം കഴുകി കാണിച്ചു തരാവേ. ഓക്കെ, അപ്പം ഞാനിപ്പം നേരുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചു തരാം. നേരുടെ നമ്മുടെ ഫേസ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ഡ്രൈ ആയി. അപ്പം നമുക്കിത് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാവേ. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് മുഖത്തോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കഴുകി നോക്കാവേ എങ്ങനെ ഉണ്ടെന്ന് റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു ഒരു ഡാർക്ക് സ്കിന്നോടിലാണ് ചെയ്ത് കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കുറച്ച് പാടാണ് നമുക്കിത് കഴുകിയെടുക്കാൻ. കാരണം പച്ചരിയും ചെറുപയറൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ നിന്ന് നമുക്ക് ഇളക്കാൻ. അപ്പം നിങ്ങൾ നോക്കിക്കോ റിസൾട്ട്. നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ റോഷിനി കാണിച്ച ആ ഒരു വീഡിയോ ജെനുവിനാണെന്ന് നമുക്ക് 100% മനസ്സിലാക്കാം. നമ്മുടെ ആ ഒരു കരിവാളിപ്പ് മാറാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് റോഷിനി ചെയ്തത്. അപ്പോൾ നല്ലതുപോലെ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസാണ് ഇത്, ഫസ്റ്റ് യൂസിൽ ചെയ്തതാണ് ഇത്. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മുടെ പച്ചരിയും ചെറുപയറും ഉരുളക്കിഴങ്ങും, കെമിക്കലൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു റോഷിനി ചെയ്ത് കാണിച്ച നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നാണ് അവരുടെ. ഞാനിപ്പോൾ ഒരു ഡാർക്ക് സ്കിൻ ടോണാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ കഴുകുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും എല്ലാമെന്ന് വിചാരിക്കുന്നു. കഴുകിയെടുക്കാൻ കുറച്ച് താമസം വരും കേട്ടോ. അപ്പം നേണ്ട ഞാൻ നല്ലതുപോലെ ഫേസ് ഒന്ന് കഴുകി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ കഴുകാറുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു പൊടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മനസ്സിലായി കാണും. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് വന്ന് പറഞ്ഞതും ഇപ്പോഴത്തെ ആ ഒരു പായ്ക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നിള ലൈഫ് സ്റ്റൈൽ റോഷിനി ചെയ്ത് കാണിച്ച അവരുടെ ഫേസിൽ ചെയ്ത് കാണിച്ച ഒരു കരുവാളിപ്പ് മാറ്റാനുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത്. ഫേസ് പാക്ക് അത് എൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ടോണിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല 100-101% നല്ല റിസൾട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.